ചേലക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ നടന്ന നാടകീയ നീക്കങ്ങൾ അത് തുടർ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. PV അൻവറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ടിന്ന് അവിടെ വാർത്താ സമ്മേളനം വിളിച്ചത്. അൻവറിന്റെ നീക്കം താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് അൻവർ പറയുമ്പോൾ എന്നാൽ ചട്ടലംഘനം എന്ന നിലപാട് ഉറയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന്റെ തുടർ നടപടികളും നീക്കങ്ങളും വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലല്ല, നിങ്ങൾ അത് ഒരു വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയും. നിങ്ങൾ വേറെ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോകും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങളുടെ ഇലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ? അത് എന്തിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്നത്? അതൊന്ന് വായിക്കൂ, പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺഫറൻസിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പം എണീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിന് അപ്പുറം നടത്താം. പാലത്തിനപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി. കോൺഫറൻസിന്റെ പുറത്തു പോലെ അത് വായിക്കുമോ? നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാലില്ലാ കൊടാലിയെ? അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളോട് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാർ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത്. ആ ജനങ്ങൾക്ക് അതറിയാം. ആ ആക്ട് മോഡ് ഓഫ് കോണ്ടക്ട് വായിച്ചു തരൂ. എന്താണ് വായിക്കൂ? അല്ല, നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കൂ. പിന്നെ എവിടെയും വക്കും മണി വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ. എനിക്കത് ബോധ്യപ്പെടണ്ടേ? ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. എന്താണ് വാട്ട് ഈസ് ഇലക്ഷൻ മാറ്റർ? ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങളിത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ, ആ കാര്യം പറയാൻ അവിടെ വന്നത്? നോ 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 നോ. ഇവിടെ 40 ലക്ഷം രൂപയാണ്. പത്രക്കാർ കേൾക്കുക, ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ 40 ലക്ഷം രൂപ. PV അൻവർ നടത്തിയ നീക്കങ്ങൾ ഇങ്ങനെയാണ്. MG മിഥുനുണ്ട്. മിഥുൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ CEO ടിക്കാറാം മീണ അടക്കമുള്ളവർ പറയുന്നു കടുത്ത ചട്ടലംഘനം നടന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്ന്. ഒരുപക്ഷെ ചട്ടലംഘനമാണെങ്കിലും താനത് നടത്തുക, താനൊരു നാടകീയ നീക്കം നടത്തുക, അത് തീരുമാനിച്ചുറപ്പിച്ച് അൻവർ അവിടെ എത്തി എന്ന് വേണ്ടേ നമുക്ക് കരുതാൻ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ അറിയാം, നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശത്തിന് ശേഷം വലിയ രീതിയിലൊരു തുറന്ന പോരിലേക്ക് PV അൻവർ കടന്നിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ ജാഥയടക്കം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതികാര നടപടി എന്ന രീതിയിലായിരുന്നു ആ ഒരു റാലിയെ പോലും അൻവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് ഇത്രയും വലിയ നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഹോട്ടലിൽ രാവിലെ വാർത്താസമ്മേളനം പാടില്ല എന്ന് കൃത്യമായും അൻവറിനെ അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തി കൃത്യമായി ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. അവർ കൃത്യമായി MLA ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ താൻ വാർത്താസമ്മേളനം നടത്തും, വാർത്താസമ്മേളനമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള നിലപാട്, അതിൽ ഒന്നും മാറ്റമില്ല. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അവർ അറിയിക്കുകയും തുടർന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കാണുന്ന ഈ പരിസരത്ത്, അതായത് ആ സമയത്ത് അൻവർ എത്തുന്ന സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തിരുന്നു. അവിടെ വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അൻവർ എത്തുന്ന സമയത്ത്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരോ അതല്ല എങ്കിൽ മറ്റ് ജീവനക്കാരോ ഒന്നും തന്നെ ഇവിടെ നിന്ന് ഈ ഒരു അൻവറിനെ തടയാനോ അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടത്തരുത് എന്നുള്ളൊരു ആവശ്യപ്പെടാനോ ആ സമയത്ത് മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ തുടർന്ന് അദ്ദേഹം മുകളിലേക്ക് പോകുന്നു. മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങൾ കാണിച്ച ആ ഇടത്തേക്ക് വരുന്നു. കോൺഫറൻസ് ഹാളിലേക്ക് കയറി വാർത്താസമ്മേളനം തുടരുകയായിരുന്നു. ആ ഒരു 10 മിനിറ്റിന് ശേഷമാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. ഇത് കൃത്യമായി ചട്ട ലംഘനമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഇത്തരത്തിൽ 48 മണിക്കൂർ നിശബ്ദ പ്രചരണത്തിന്റെ സാഹചര്യമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ ഒരു ചട്ടലംഘനം ലംഘിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്താൻ അൻവറിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാർത്താസമ്മേളനത്തിൽ പിന്മാറണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നോട്ടീസ് അൻവറിന് നൽകുകയും ചെയ്തിരുന്നു. അത് പക്ഷേ അൻവർ കൈപ്പറ്റാൻ തയ്യാറായില്ല. ആ സമയത്ത് ടേബിളിൽ വെച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി മടങ്ങുകയായിരുന്നു. കൂടാതെ തന്നെ എന്ത് ആക്ട് പ്രകാരമാണ്, അതായത് ഏത് വകുപ്പ് പ്രകാരമാണ് ഇത് തനിക്ക് നോട്ടീസ് നൽകുന്നത്? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതെന്താണ് എന്ന് കൃത്യമായി ബോധിപ്പിക്കണമെന്നുള്ളൊരു കാര്യം കൂടി അൻവർ പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അത് കൃത്യമായി അൻവറിനെ
തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം നോട്ടീസ് ബോർഡ് ടേബിളിന് പുറത്തു വെച്ചതിന് ശേഷം ആ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പുറത്തെത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് ചട്ടലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. അത് പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് നൽകും. കൂടാതെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറും. ഒബ്സർവർ ഉണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒബ്സർവർ അടക്കമുള്ള ആളുകളുമായി പരിശോധിച്ചതിന് ശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസറിന് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്നായിരിക്കും MLAക്ക് നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ PV അൻവർ ഈ ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. മണ്ഡലത്തിൽ തന്നെ തുടരുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മണ്ഡലത്തിൽ നിന്ന് പോകണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ താൻ പോകാം, പക്ഷേ താൻ ഇപ്പോൾ എന്തായാലും ഇവിടെ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, അതായത് താങ്കൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതൊരു അഭിഭാഷകന്റെ ഹൈക്കോടതിയുടെ ഒരു അഭിഭാഷകൻ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ ചട്ടലംഘനം ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ നിയമപ്രകാരം അത് ചട്ടലംഘനമാണ് എന്നാണ് ഈ ഒരു നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ചോദ്യത്തിനും അദ്ദേഹം നോട്ടീസ് അയക്കട്ടെ, നോട്ടീസ് അയക്കുമ്പോൾ താനും കൃത്യമായി അങ്ങോട്ടേക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവിടെ 35 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുണ്ട് മുന്നണികൾ. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടും ഒരു തരത്തിലുമുള്ള നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടീസ് അയച്ച് കളിക്കാമെന്ന രീതിയിലേക്ക് അതൊരു പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹം മടങ്ങിയത്. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഈ ഹോട്ടലിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സൈത മിഥുന, ഈ അൻവർ ആരോപിക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വന്നതെന്നാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം കമ്മീഷന് സ്വതന്ത്ര അധികാരമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒബ്സർവർ അടക്കമുണ്ട്. ഇതിനു പുറമെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ നടക്കണം. എന്തായാലും ഈ അൻവറിന്റെ നീക്കത്തോട് മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? CPM-ഓ കോൺഗ്രസോ BJP-യോ ആ തരത്തിൽ പ്രതികരിച്ചു കണ്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് മറ്റ് മുന്നണികളുടെ പ്രതിനിധികൾ ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സ്വാഭാവികമായി നമുക്കറിയാം മറ്റ് നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള K. രാധാകൃഷ്ണൻ മാത്രമുള്ള CPM-ന്റെ നേതാവ് മാത്രമാണ് മണ്ഡലത്തിലുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ ചേലക്കരയ്ക്ക് പുറത്തുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരൊന്നും തന്നെ ഇന്ന് മണ്ഡലത്തിലില്ല. മറ്റിടത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അല്പസമയത്തിന് മുമ്പ് UDF ഒരു തൃശ്ശൂരിൽ ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. DCC ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ അല്പസമയത്തിന് മുമ്പ് 25 ലക്ഷം രൂപ ഈ മണ്ഡലത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്, ഇവിടെ പണം ഒഴുക്കിയതിന്റെ ഭാഗമാണ് എന്നുള്ളൊരു ആരോപണം അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ 25 ലക്ഷം എന്നുള്ളതാണ് നേരത്തെ വാർത്തയിൽ വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അത് 20ആയി ചുരുങ്ങുന്നു. 5 ലക്ഷം എവിടെ പോയെന്നടക്കമുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ നാടകീയ രംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന പോരിലേക്ക് അൻവർ വീണ്ടും കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ മറ്റു ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. അതായത് മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ കുടിതമായിട്ടുള്ള ആരോപണം ഉയർത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഓഫീസിനെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വലിയ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തു. മറ്റ് കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, അതായത് സമയമുണ്ടല്ലോ, ഇനി വരും ദിവസങ്ങളിലെല്ലാം ഒറ്റയടിക്കും പുറത്തേക്ക് വിട്ടിട്ട് കാര്യമില്ല, എല്ലാം ഓരോന്നോരോന്നായി ഇനിയും വരാനിരിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ അത് വലിയ രീതിയിൽ സർക്കാരിന് ക്ഷീണമുണ്ടാക്കും, വലിയ രീതിയിൽ അവർ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തുവിടാം. പക്ഷെ താൻ ഇന്ന് മണ്ഡലത്തിലുണ്ടാകും. താൻ ചെയ്തതിൽ ഒരു ചട്ടലംഘനവുമില്ല. അത് ബോധ്യപ്പെടുത്താൻ ഇതിന്റെ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടുമില്ല. തനിക്ക് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനം നടത്താനുള്ള ഒരു അവസരമുണ്ട്. ഒരു കീഴ്വഴക്കമായി ഇത് കാണരുത്. എല്ലാ കാലത്തും ആരും ഈ ഒരു 48 മണിക്കൂർ തത്തിൽ നിശബ്ദ പ്രചരണമാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആരും വാർത്താ സമ്മേളനങ്ങളൊന്നും നടത്താത്ത ഒരു കീഴ്വഴക്കമായി ഇത് മാറുന്നു. അങ്ങനെ ഒരു ചട്ടമില്ല എന്നാണ് അൻവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അത് എന്തായാലും ചട്ടമില്ല എന്ന് അൻവർ വാദിക്കുമെങ്കിൽ കൂടിയും കമ്മീഷന്റെ ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അടക്കമുള്ള പ്രതികരണം പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വലിയ വീഴ്ച വരുത്തി. അവിടെ ചട്ടലംഘനങ്ങളെല്ലാം അനുവദിച്ചു കൊടുത്തു. അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ അൻവർ പറയുന്നത് മറ്റു പാർട്ടികളുടെ കൊടിതോരണങ്ങളും മറ്റ് ചിഹ്നങ്ങളും മറ്റും പ്രചരണ സാമഗ്രികൾ ചട്ടലംഘനമായി പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് ആ ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് കമ്മീഷൻ ഇടപെടാത്തത്? അതുകൊണ്ട് താനും ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ കമ്മീഷനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം അതാണോ അൻവർ നടത്തിയത്? PV അൻവറിന്റെ നീക്കമാണ് കണ്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇനിയുള്ള ഇടപെടൽ എന്താണ്, അതിന്റെ നടപടിക്രമങ്ങൾ ഒക്കെ എന്ത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവറിനോട് വിശദീകരണം ആവശ്യപ്പെടും. പക്ഷേ അത് സ്വാഭാവിക നടപടിക്രമങ്ങളിൽ കുടുങ്ങി വൈകിപ്പോവും. ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവാം PV അൻവർ ഇന്ന് ഈ രാഷ്ട്രീയ നീക്കത്തിന് ഇടവെച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PV അൻവർ ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് തലേന്ന് മറ്റൊരു നാടകീയ നീക്കം നടത്തുകയായിരുന്നു. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ചട്ടലംഘനം നടത്തുന്നു. അതായത് കമ്മീഷൻ അവിടെ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രചരണ സാമഗ്രികൾ അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ട് കമ്മീഷൻ ഇടപെടുന്നില്ല എന്ന ചോദ്യം കൂടി അൻവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കമ്മീഷനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു ചട്ടലംഘനം നടത്തിയെന്ന് വേണോ കരുതാൻ? അത് അൻവർ അങ്ങനെ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. കമ്മീഷന് തെറ്റുപറ്റി പരാതി നൽകിയിട്ട് കമ്മീഷൻ അതിൽ ഇടപെടുന്നില്ല, അത് പരിശോധിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം താൻ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്, അതായത് ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് 35 ലക്ഷം രൂപ മാത്രമാണ് ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവാക്കാനുള്ള അനുവദിച്ചിരിക്കുന്ന തുക. പക്ഷേ ഇവിടെ 3 മുന്നണികൾ കൂടി 35 കോടിയിലധികം രൂപ ഇവിടെ ഒഴുക്കിയിട്ടുണ്ട്. പല രീതിയിൽ പ്രചരണം നടത്തിയതിലും ഈ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ അതിനുള്ള ഉദാഹരണമാണ്. അതിനുവേണ്ടിയുള്ള പണം ഒഴുക്കിയതിന് പിന്നിൽ ഈ കള്ളപ്പണം ഇടപാടുകളുണ്ട്. ഒപ്പം തന്നെ പുറത്തു നിന്നത് വലിയ രീതിയിൽ ഇവിടേക്ക് പണം ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് 3 മുന്നണികളും കൃത്യമായി ഇവിടെ പണം ചെലവാക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇത് തെളിവ് സഹിതം താൻ പരാതി അടക്കം ഏത് പാർട്ടിയാണോ എത്രത്തോളം രൂപ ചെലവാക്കി, മണ്ഡലത്തിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയ റിപ്പോർട്ടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൃത്യമായൊരു പരാതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. പക്ഷേ അവർ അതിലൊരു വിരലടക്കാൻ തയ്യാറായില്ല, അതിലൊരു നടപടി എടുക്കാൻ തയ്യാറായില്ല, അത് പരിശോധിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ചട്ടം ലംഘിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അതല്ലാതെ താനല്ല എന്നുകൂടി അൻവർ പറഞ്ഞു വെക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അൻവറിന്റെ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ്. വളരെ നാടകീയമായ സംഭവങ്ങൾ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം വീണ്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തരത്തിലും താൻ ചട്ടം ലംഘിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് ചട്ടം അത് സാധാരണഗതിയിൽ 48 മണിക്കൂർ ഇത്തരത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ രീതിയിൽ വാർത്താസമ്മേളനം നടത്താൻ പാടില്ല. അതും ആ മണ്ഡലത്തിൽ വെച്ച് വാർത്താസമ്മേളനം നടത്താൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ചട്ടം ലംഘനമാണത്. അതുകൊണ്ട് തന്നെ അത് പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് നേരത്തെ തന്നെ അൻവറിനെ അറിയിച്ചിരുന്നു. പക്ഷേ അത് വഴങ്ങാതെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. ആ സമയത്ത് എത്തി നോട്ടീസ് നൽകാനും ശ്രമം നടത്തുന്നു. പക്ഷേ അതിൽ എന്തുകൊണ്ട് കൃത്യമായ വകുപ്പുകൾ ചേർക്കുന്നില്ല, ആ വകുപ്പുകൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ ചോദ്യം. അത് ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പുകൾ താൻ പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ശേഷം പ്രതികരിക്കാം. അതല്ല താങ്കൾ പറയുന്നതാണ് ശരിയെങ്കിൽ താൻ ഇവിടെ നിന്ന് മടങ്ങാം, വാർത്താ സമ്മേളനം നിർത്താം, അതിനുശേഷം ചെറുതുരുത്തി പാലത്തിനപ്പുറത്തേക്ക് പോയി, മണ്ഡലത്തിനപ്പുറത്തേക്ക് പോയി താൻ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ളൊരു വെല്ലുവിളി കൂടി നടത്തുകയായിരുന്നു. തുടർന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അവിടെ ആ ഒരു നോട്ടീസ് വെച്ചതിന് ശേഷം മടങ്ങുകയും ചെയ്തത്. കൂടാതെ ഉടനടി തന്നെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. സിഇഒ ഉൾപ്പെടെയുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കും. ഒബ്സർവർക്ക് റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറുകയും ചെയ്യും. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർമാർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അൻവർ വരുന്നതും ഒപ്പം തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നതും അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് കയർത്ത് സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള രേഖകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇവർ ഇവിടുന്നൊക്കെ പോയിരിക്കുന്നത്. എന്തായാലും അൻവറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുമായി തിരിച്ചെത്തുമെന്നായിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അറിയിച്ചിരുന്നത്. പക്ഷേ അൻവർ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും ആ പ്രതിനിധികളോ മറ്റുള്ളവരോ ഒന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും തുടർ നടപടികൾ കാത്തിരിക്കാം എന്നുള്ളതാണ്. എന്ത് നടപടിയായിരിക്കും അൻവറിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്പസമയത്തിന് മുമ്പ് ടിക്കാറാം മീണ നമ്മോട് വ്യക്തമാക്കിയതുപോലെ തന്നെ ഒബ്സർവർ ഉണ്ട്, റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്. ഇവർ തമ്മിൽ ഇതിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അൻവർ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ MLAക്ക് നോട്ടീസ് നൽകാം. അത് വലിയ രീതിയിൽ ഗുരുതരമായി കണക്കാക്കിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ആ ചോദ്യത്തിന് പോലും അദ്ദേഹം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് നോട്ടീസ് നൽകുകയാണ് എങ്കിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നില്ല, പരിശോധന നടത്തുന്നില്ല, അതിൽ കൃത്യവിലോപം കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ താൻ ഉന്നയിക്കും. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം കൂടി അൻവർ നടത്തുന്നു. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകുന്നു. ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ അതിനു മുകളിൽ സുപ്രീം കോടതി ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സുപ്രീം കോടതിയിലേക്ക് കൂടി നീക്കം അത്രത്തോളം പോകാൻ താൻ തയ്യാറാണ് എന്നുകൂടി അൻവർ പറഞ്ഞു വെക്കുന്നു. യെസ്, അതാണ് PV അൻവറിന്റെ നീക്കം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് രീതികളും അറിയാത്ത ആളല്ല PV അൻവർ. പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത അൻവറിന് അറിയാവുന്ന നടപടിക്രമങ്ങൾ ബോധപൂർവം ചേലക്കരയിൽ അത് ലംഘിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തന്നെയാവാം PV അൻവർ നടത്തിയത്. വരുന്ന മണിക്കൂറുകളിൽ അതിന്റെ തുടർ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം.